എൻ്റെ പേര് നിഷ. ഞാൻ പനങ്ങാട്ടൂർ പാഠ്യസ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥശാലയിലെ ഒരംഗമാണ്. പാറപ്പുറത്തിൻ്റെ പ്രശസ്തമായ നോവൽ അരനാഴിക നേരം എന്ന കൃതിയെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. 1965 ഏറ്റവും നല്ല കഥാസമാഹാരത്തിനുള്ള അവാർഡ്, കേരള സാഹിത്യ അക്കാദമിക്കുള്ള അവാർഡ് എന്നീ ഒട്ടനവധി അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു. അരനാഴിക നേരം, ആകാശത്തിലെ പറവകൾ, ആദ്യ കിരണങ്ങൾ, പണിതീരാത്ത വീട് എന്നിങ്ങനെ അനേകം കൃതികൾ ഇദ്ദേഹം രചിച്ചു. അരനാഴിക നേരം എന്ന നോവലിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് കുഞ്ഞനച്ചൻ എന്ന കഥാപാത്രമാണ്. കുഞ്ഞനച്ചൻ 90 കഴിഞ്ഞ് മരണം കാത്ത് മരണക്കിടക്കയിൽ കഴിയുന്ന ഒരു വൃദ്ധനാണ്. കുഞ്ഞനച്ചൻ്റെ സുഹൃത്തായ കുറുപ്പിനെയും ഈ കഥയിൽ കാണാൻ സാധിക്കും. 6 മക്കളിൽ 2 മക്കൾ മരണമടയുകയും 4 മക്കളിൽ ഇളയ മകനോടും ഭാര്യയോടുമൊത്താണ് കുഞ്ഞനച്ചൻ്റെ അവസാന നാളുകൾ കഴിഞ്ഞു പോകുന്നത്. കുഞ്ഞനച്ചൻ ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ഒരുപാട് സ്വത്തുക്കളും എല്ലാം വാർത്തെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ 4 മക്കൾക്കും തുല്യമായി വീതിക്കുകയും ചെയ്തു. മക്കളോടുമൊത്ത് അവരുടെ ഉയർച്ചയും താഴ്ചയും കണ്ട് അദ്ദേഹം അവസാന നാളുകൾ കാത്തിരിക്കുകയായിരുന്നു. ഈ കഥയിൽ മുഴുനീളം കാണപ്പെടുന്നത് ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചാണ്. ഒരു കുടുംബ ജീവിതവുമാണ് ഈ കഥ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല നാളുകൾ കാണുകയും ഏറ്റവും മോശം നാളുകൾ കാണുകയും ചെയ്ത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അരനാഴിക നേരം അദ്ദേഹം മരണം കാത്തു കിടക്കുകയായിരുന്നു വർഷങ്ങളോളം. അങ്ങനെ ഈ കഥ അവസാനിക്കുകയും ചെയ്തു. അതാണ്